प्रेज द लॉर्ड। तो हम लोग जो है लेट्स टर्न आवर अटेंशन टू जॉन चैप्टर 8 വേഴ്സസ് 12. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഐ ഹാവ് എ സ്ലൈഡ്, ഓക്കെ, ഐ ഹാവ് എ സ്ലൈഡ് बिकॉज आई डोंट हैव ट्रांसलेटर विथ मी. तो हम लोग जो है विल जस्ट गो बैक വാട്ട് വി ഹാവ് സ്റ്റഡി. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. अभी तक हम लोग ने क्या देखा वो जरा दौड़ के हम लोग देखकर जो है हम लोग आज के इसमें जाएंगे. सो आपने देखा, ये आपने स्क्रीन में देख सकते हैं, लाइट एंड डार्कनेस ജോൺ യൂസ് करता हुआ एक मेटाफर है. ഈ യോഹന്നാൻ യൂസ് ചെയ്യുന്ന ഒരു രൂപകമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് വെളിച്ചം ഇരുട്ടും. അപ്പോൾ വെളിച്ചം എന്ന് പറയുമ്പോൾ ഇരുട്ടെന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ അക്ഷരികമായ വെളിച്ചം ഇരുട്ടും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീകമായിരിക്കുന്ന വെളിച്ചം, ആത്മീകമായി ഇരിക്കുന്ന ഇരുട്ടാണ്. ഓക്കെ, किस जगह पर जॉन जो है फिजिकल लाइट के बारे में बोलता है, लेकिन कुछ जगहों पर फिजिकल लाइट नहीं बल्कि इट इज अ स्पिरिचुअल लाइट एंड स्पिरिचुअल डार्कनेस. तो मैंने यहाँ पर डिफरेंशिएट किया. व्हाट इज द लाइट? लाइट मीन्स लाइफ, स्पिरिचुअल एंड इटर्नल लाइफ. Darkness means death. Light means, how do you know you have light? വെളിച്ചമുണ്ടെന്ന് എങ്ങനെ അറിയാം? പാപത്തിൽ നിന്ന് ക്ഷമ ലഭിച്ചു. പാപ് സെ ക്ഷമ മില. That's how you know that you are in light. How you know? God has forgiven your sin. आपके पाप को परमेश्वर ने माफ किया है. Okay, the next, how you know you are in darkness? ഇരുട്ടിലാണെന്ന് എങ്ങനെ അറിയാം? Your sin remains. ഇപ്പോഴും നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇരുട്ടില്ല, എപ്പോഴും സ്റ്റിൽ ഇൻ ഡാർക്ക്നെസ്. उसके बाद हमने देखा कि knows the truth, जो सच्चाई में है, those who are living in the night knows the truth, सच्चाई को जानता है. बट जो डार्कनेस में है अभी तक सच्चाई को पकड़ा नहीं है, सच्चाई को पकड़ा नहीं है. वो ഈ സ്റ്റിൽ ലിവിങ് ഇൻ ലൈ. അവൻ വെളിച്ചത്തിലല്ല, അവൻ സത്യത്തെ മുറുകെ പിടിച്ചിട്ടില്ല ഇതുവരെ. നെക്സ്റ്റ്, जो लाइट में है, फ्री फ्रॉम सिन, പാപത്തിൽ നിന്ന് അവന് ക്ഷമ ലഭിച്ചിരിക്കുന്നു. ओके, स्वातंत्र्य लभिച്ചിരിക്കുന്നു. फ्रीडम फ्रॉम सिन, पाप से आज़ादी मिला है, जंजीरों से परमेश्वर ने उसको खोल दिया है. लेकिन जो डार्कनेस में इट इज स्टिल स्लेव ऑफ सिन. ഇരുട്ടിലായിരിക്കുന്നവർ ഇപ്പോഴും പാപത്തിൻ്റെ അധീനതയിലാണ് ഡാർക്ക്നെസ് में. एंड देन लाइट मीन्स चिल्ड्रन ऑफ गॉड, ദൈവത്തിൻ്റെ മക്കൾ. ജോൺ कहने का मतलब लाइट मीन्स दे आर चिल्ड्रन ऑफ गॉड, ദൈവത്തിൻ്റെ മക്കളാണ് അവർ. ആൻഡ് ഡാർക്ക്നെസ് മീൻസ് ദേ ആർ ചിൽഡ്രൻ ഓഫ് ഡെവിൾ, അവർ പിശാചിൻ്റെ മക്കൾ, ശൈത്താൻ കി ബच्चे. നൗ ലൈറ്റ്, ജീസസ് ഇസ് ദ ലൈറ്റ്, യേശു വെളിച്ചമാണ്. ആൻഡ് ദെയർ ഇസ് നോ ഡാർക്ക്നെസ്, അവനിൽ ഒരു ഇരുട്ടുമില്ല. യേശു എന്താണ്? വെളിച്ചമാണ്. അവനിൽ എന്തില്ല? ഒരു ഇരുട്ടുമില്ല. എൻ്റെ അർത്ഥം ഒരു പാപമോ അനീതി ഒന്നുമില്ല. യേശു में अंधेरा नहीं, उसका मतलब क्या है? उसमें एक कलंक, पाप भी या इम्प्यूरिटी भी नहीं है. ही इज लाइट. लेकिन शैतान ऐसा नहीं है. डेविल इज द फादर ऑफ लाइज एंड ए मर्डरर. പിശാച് ആരാണ്? കള്ളത്തിൻ്റെ അപ്പനും പിന്നെ കൊലപാതകിയുമാണ് എന്ന് നമ്മൾ കാണുവാനിടയായി. ആൻഡ് ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് റീഡ് ജോൺ 1:5. യോഹന്നാൻ 1:5 നോക്കിക്കേ. യോഹന്നാൻ 1:5. ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്. വെളിച്ചം ഇരുട്ടിൽ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വെളിച്ചം, ഈ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. ज्योति अंधकार में क्या होता है? चमकती है. लाइट शाइन्स इन द डार्कनेस. लेकिन डार्कनेस क्या करता है? जरा देखिए. എന്നാൽ ഇരുട്ട് എന്താ ചെയ്യുന്നത് നോക്കിക്കേ. डार्कनेस ने उसको क्या नहीं किया? कबूल नहीं किया. अभी ये जो वर्ड है ना, कबूल नहीं किया, അത് ഞാൻ മലയാളത്തിൽ പറയാം. कबूल नहीं किया, इट हैज टू मीनिंग्स, രണ്ട് അർത്ഥമുണ്ട്. प्लीज राइट डाउन. दो मीनिंग है. कबूल नहीं किया, उसका मतलब है, उधर लिखा है मैंने, डार्कनेस कैनॉट अंडरस्टैंड एंड कैनॉट ओवरकम. ओके, अंधेरा उजाले को समझ नहीं पाया और अंधेरा उजाले को जीत नहीं पाया. दैट इज द मीनिंग ऑफ कॉम्प्रहेंड. രണ്ടർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം, ഇരുട്ടിന് വെളിച്ചത്തെ, അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? മലയാളം में देखो दूसरा मतलब लिखा है, ഇരുട്ടോ അതിനെ എന്ത് ചെയ്തില്ല? പിടിച്ചടക്കിയില്ല. പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ
ജയിക്കിച്ചില്ല. അപ്പോൾ അതൊരു അർത്ഥമുണ്ട്. അപ്പോൾ തന്നെ ഇരുട്ടിന് വെളിച്ചത്തെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മനസ്സിലാക്കാൻ പറ്റിയില്ല. The light did not understand the darkness and light cannot overcome the darkness. That is two meaning there. Okay? അപ്പം Jesus light होकर जब इस धरती पर आया, did people understand him? യേശു വെളിച്ചമായി ഭൂമിയിൽ വന്നപ്പോൾ ആൾക്കാർക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഇരുട്ടിന് മനസ്സിലാകുന്നില്ല. അന്ധകാർക്കു റോഷനിക്കു देख के नहीं पहचान रहे, not cannot understand. निकोदिमोस नहीं समझ पे आया, सामरी स्त्री समझ नहीं आ पाया, ज्यूस समझ नहीं आ पाया, കയ്യഫ समझ में नहीं आ पाया, റൂളേഴ്സ് समझ नहीं आ पाया. ഒരു അധികാരികളോ കയ്യഫാവോ ശമരിയ സ്ത്രീയോ നിക്കോദിമോസ് ആർക്കും വെളിച്ചത്തെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അവർക്ക് ഈ കാര്യം പിടികിട്ടുന്നില്ല. लेकिन पीटर, जॉन द बैप्टिस्ट, യോഹന്നാൻ സ്നാപകൻ, പത്രോസ്, യോഹന്നാൻ, ऐसे थोड़े लोगों को they understood the light. അവർക്ക് വെളിച്ചം മനസ്സിലായി. Are you understanding this? സ്നാനപ്പെട്ടിരിക്കാം, കൈപൊക്കിയിരിക്കാം, സഭ വന്നിരിക്കാം, പക്ഷെ വെളിച്ചത്തിലാണോ ഇരുട്ടിലാണോ? बपतिस्मा लिया होगा, चर्च में आया होगा, you have done all things, but the question is, where do you belong? Do you belong the death, spiritual death? Is sin, are you still remaining in the sin? Are you in the truth? സത്യത്തിലേക്ക് വന്നിട്ടുണ്ടോ? सच्चाई में आया है कि इस पर आ गया है क्या, या उधर ही है? So this is very important. So Jesus light करके यहाँ पर यूज कर रहा है. Light is a metaphor. വെളിച്ചം എന്നുള്ളത് അതൊരു ദൃഷ്ടാന്തമായിട്ട് കർത്താവ് പറയുക. എന്തോ ദൃഷ്ടാന്തം? ജീവന്റെ ദൃഷ്ടാന്തം, പാപമോചനം ലഭിച്ചതിൻ്റെ ദൃഷ്ടാന്തം, ദൈവമക്കളായതിൻ്റെ ദൃഷ്ടാന്തം. लाइट का मेटाफर का मतलब क्या है? पाप का मुक्ति मिला, मेटाफर. आप रोशनी में आया, प्रभु का बेटा बेटी बन गया. दैट इज द मीनिंग ऑफ द लाइट. नेक्स्ट स्लाइड में हम लोग जाएंगे. तो उसके बाद जीसस ने बोला, आई एम द लाइट ऑफ द वर्ल्ड. दैट मीन्स वी हैव ए यूनिवर्सल डिसीज. നമുക്ക് എല്ലാവർക്കും ഒരു രോഗമുണ്ട് അല്ലേ? व्हाट इज आवर, हमारा बीमारी क्या है? व्हाट इज आवर यूनिवर्सल प्रॉब्लम? Man is inadequate to come to the light by his own. മനുഷ്യന് സ്വയമേ വെളിച്ചത്തിന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. कोई अंधा है जो खुद अपने आँख को खोल सकता है? ഏതെങ്കിലും ഒരു അന്ധനുണ്ടോ സ്വയമേ കണ്ണു തുറക്കാൻ പറ്റുന്നത്? नो. कोई उसके आँख को क्या करना पड़ेगा? खोलना पड़ेगा. ആരെങ്കിലും അവൻ്റെ കണ്ണിനെ തുറന്നേ പറ്റത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ആ അന്ധന് बलमिल्ला, वो आदमी को ताकत नहीं है खुद आंखों को खोलने के लिए. परमेश्वर उसकी आंख को खोलना पड़ेगा. मैन इज इनएडिक्वेट. उसके बाद हमने देखा, ही ओपोसेस द लाइट. വെളിച്ചത്തെ അവൻ എതിർക്കുന്നു. रोशनी को वो क्या करता है? ओपोज करता है. किसी इंसान को पापी है, उसको गुस्सा आएगा. ഏതെങ്കിലും ഒരു മനുഷ്യനോട് പാപിയാന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും. he doesn't like, he doesn't. अंधकार जो है लाइट को ओपोज करता है. വെളിച്ചം ഇരുട്ടിനെ എതിർക്കുന്നു. नेक्स्ट, ही हेट्स द लाइट. वो रोशनी को, उस रोशनी को क्या करता है? वो हेट करता है, नफरत करता है. വെളിച്ചത്തെ അവൻ പകയ്ക്കുന്നു. डू वी हैव दैट? वी हैड दैट प्रॉब्लम. നമുക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. इट्स अ यूनिवर्सल प्रॉब्लम. ഇതെല്ലാ മനുഷ്യർക്കുള്ള പ്രോബ്ലമാണ്. നെക്സ്റ്റ് हम लोग देखते हैं कि नेक्स्ट, डू नॉट कम टू द लाइट. വെളിച്ചത്തിലേക്ക് വരുന്നില്ല. रोशनी में नहीं आता, रोशनी में नहीं आता. You can be a believer still you hate the light. Possible है? ഒരു ബിലീവർ ആയിട്ട് പകയ്ക്കുവോ വെളിച്ചത്തെ? പോസിബിൾ ആണോ? അത് സംഭവിക്കുന്ന കാര്യമാണോ? സംഭവിക്കുന്ന കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം പഠിക്കാൻ ഇഷ്ടമില്ല. അത് ഒന്നാമത്തെ ലക്ഷണം ആ പകയ്ക്കുന്നതിൻ്റെ. यीशु मसीह को प्रेम करता है करके बोलता है, लेकिन यीशु मसीह का टीचिंग सीखने के लिए मन नहीं है. दैट इट्स अ प्रूफ दैट यू हेट द लाइट. कल मैंने यूके में एक वीडियो देखा. इन्नले ഞാൻ യുകെയിൽ ഒരു വീഡിയോ കേട്ടു. 8 hours വർഷിപ്പ്, 8 മണിക്കൂർ വർഷിപ്പ്. മൈ ഗുഡ്നസ്, ഹൗ ക്യാൻ ദാറ്റ് ബി പോസിബിൾ? 8 hours
ഗീത്ത് പാട്ടങ്ങ് പാടുക. ആ പാട്ട്, പിന്നെ ഈ പാട്ട്, പിന്നെ കണ്ടിന്യൂസ് പാട്ട്, പിന്നെ കിടന്നാലയുന്നു, പിന്നെ ഇരിക്കുന്നു, ഫിർ ബേഠ്താ ഹെ, ഫിർ കടാ ഹോത്താ ഹെ, ഫിർ ചെയർ മേ ജാക്കെ ബേഠ്താ ഹെ, ഫിർ ലേട്ട്താ ഹെ. 8 hours വർഷിപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മേക്ക് ബാത് പൂछू, 1 hour വേർഡ് ഓഫ് ഗോഡ് സുനേഗ തോ യേ ഇൻട്രസ്റ്റ് ഹെ? 1 മണിക്കൂർ ദൈവവചനം കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല, ഇല്ലേ? നെയ്യേ. 1 घंटा वर्ड ऑफ गॉड देखो तो पास्टर को ऐसा देखेगा, क्या हो गया आज, എന്തോ പറ്റി ഇന്ന്. फिर पास्टर को भी देखेगा, क्लॉक को भी ऐसे देखेगा, पास्टर क्लॉक. फिर पास्टर भी बैठ जाते हैं. अभी पास्टर വിചാരിക്കുന്ന ഇരിക്കുക. ദൈവവചനം, നോ ലവ് ഓഫ് ഗോഡ്സ് വേർഡ്, നോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനം പഠിക്കാൻ താല്പര്യമില്ല. യു ഹേറ്റ് ദ ലൈറ്റ്. You hate the light. കാരണം ദൈവവചനം പഠിച്ചാൽ ദൈവവചനം നമ്മളെ ശരിയാക്കും. അത് നമുക്ക് താല്പര്യമില്ല. प्रभु का वचन पढ़ेंगे तो प्रभु का वचन हमें सही करेगा. वो हमको I don't like it. अभी ये बच्चों का ही बात देखे, मम्मी पापा हर दिन चॉकलेट लेके देगा, बर्गर लेके देगा, आइसक्रीम लेके देगा, बच्चों लोग को प्यार है कि नहीं? പിള്ളേർക്ക് സ്നേഹം കാണുമോ? കാണത്തില്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും. एवरी डे पार्क लेके जाओ, कितना प्यार है मालूम है. मतलब बेटा के जरा उपदेश दो, थोड़ा एडवाइस दे दो, अच्छा लगेगा उनको. कहाँ ऐसे करके, हाँ मम्मी बोलो, मम्मी परा, उधर देखेगा इधर देखे. दे डोंट लाइक टू हियर इट. दे डोंट लाइक टू हियर what parents are teaching them. लेकिन लेके जाओ उधर इधर एंटरटेनमेंट, they like it. Spiritually apply जरा करो, spiritually apply. Christians in the church loves entertainment. സഭയിൽ entertainment ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും സഭായോഗം പോലും ഒരു തെറാപ്പി പോലെ എടുക്കുന്ന പലരും. बहुत सारे लोग जो चर्च सर्विस भी एक थेरापी जैसा लेते हैं. सुबह मुझे इधर CSI का चर्च में मीटिंग था, मैंने यही बात उनको भी बोला, वाई यू आर कमिंग टू द चर्च फॉर थेरापी? मंडे से लेके सैटरडे पूरा प्रेशर, चर्च में, ऑफिस में प्रेशर, घर में प्रेशर, रोड में प्रेशर, प्रेशर का दवाई लेके प्रेशर प्रेशर प्रेशर. थोड़ा शांति मिलता है किधर है? चर्च में आएगा, चर्च में आएगा, पास्टर बोलेगा उधर बैठो, मैं पूरा मसाज करेगा. पास्टर लेके आए 1 घंटे का मसाज, वर्ड ऑफ गॉड, और इधर का आधा घंटे का वर्शिप के बाद थेरापी क्लियर. ചർച്ച് സർവീസ് തെറാപ്പി നെയ്യേ. സഭ എന്നുള്ളത് തെറാപ്പി അല്ല. എൻ്റെ ഒരു അകത്തെ ഒരു शांति, अंदर का थोड़ा शांति के लिए, अंदर शांति कंफर्ट है. इसके बाद मीटिंग के बाद मुझे आके पूछना नहीं है क्या कंफर्ट ब्रदर है. लेकिन यू डोंट कम टू चर्च फॉर कंफर्ट. You don't come to church to get free from anxiety. You come to church to become like Christ. യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാ വരുന്നത്. Ephesians chapter 4, go home and read. वहां पर लिखा है pastors, evangelists, teachers, apostles, सबको चर्च में क्यों दिए? ഇവരെല്ലാം എന്തിനാ സഭയെ കൊടുത്തിരിക്കുന്നത്? So that we will grow like Jesus Christ. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പോലെ വളരാൻ. So we come to the church to become like Christ. कैसा बनेगा? How we will become like Christ? When we study God's word. When you say you love Jesus, do you love to learn from him? That is the question. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, യേശുവിൽ നിന്ന് പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? മാത്യു ചാപ്റ്റർ 11 വേഴ്സസ് 29, മത്തായി 11:29 പറയുകയാണ്, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മാത്യു 11:29, മേരാ ജുവാ अपने ऊपर उठाकर मुझसे. इधर यीशु आता है क्या सुबह 8 to 10 इधर सिखाने के लिए? ഇവിടെ 8 to 10 യേശു വരുന്നുണ്ടോ ഇവിടെ പഠിപ്പിക്കാൻ? യേശു आता है, यीशु बॉडीली नहीं आता है, लेकिन यीशु अपनी आत्मा को पास्टर के अंदर भेजकर ये बातें हमको सिखाता है. യേശു ഇവിടെ പ്രത്യക്ഷമായി വരുന്നില്ല. യേശു തൻ്റെ ആത്മാവിനെ ദാസന്മാരുടെ ഉള്ളിലാക്കി ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? യേശുവിനെ പോലെ ആകാമെന്ന്. അതിനാ കൂട്ടായ്മയ്ക്ക് നമ്മൾ വരുന്നത്.
We want to give more time to God's word. ദൈവ വചനത്തിന് വേണ്ടി പൂർണ്ണ സമയം വേർതിരിക്കുക. तो आप लोग अभी सोचते होंगे ना उसको टाइम चाहिए इसके लिए, यानी कि टाइम വേണം അതുകൊണ്ടല്ലേ. ऐसा कुछ नहीं है. मैं प्रचार नहीं कर रहा, इधर दूसरा कोई प्रचार कर रहेगा तो वी गिव विद 1 hour. डू यू नोटिस दैट? इधर क्रिस्टी आया था, नो टेस्टिमनीज नथिंग, वी गिव 1 hour टू हर. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് മീ, ഞാൻ മാത്രമല്ല. ഈ പുൾപ്പറ്റിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ വി വോണ്ട് വേസ്റ്റ് സിംഗിൾ ടൈം, വി വിൽ ഗിവ് ഫുൾ ടൈം ഫോർ ഗോഡ്സ് വേർഡ്, ബിക്കോസ് ദിസ് ഇസ് ദ ബുക്ക്, ദിസ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹല്ലേലൂയ. So brothers and sisters, we should understand our priorities. Do we really love God's word? प्रभु का वचन को हम लोग प्रेम करते हैं क्या? Do we really want to study, desire, seeking? ദൈവ വചനം പഠിക്കാനുള്ള ഒരു വാഞ്ച, to know God, ദൈവത്തെ അറിയാനാ, ക്രിസ്തുവിനെ അറിയാനാ. Just think about this, brothers and sisters. Example, Samaritan woman, Nicodemus, religious, sinful, babies, adult, Jew, Samaritan, कोई भी होने दो, they all have this disease. ആരുമായിക്കൊള്ളട്ടെ എല്ലാവർക്കും ഈ രോഗമുണ്ട്. They hate light. They don't want to come to the light. Hallelujah. The world is in darkness. ലോകം ഇരുട്ടിലാണ്. That is why Jesus has come into this world as a light. യേശു വെളിച്ചമായി ഈ ഭൂമിയിൽ വന്നത് കാരണം എന്താ? ഈ ലോകം ഇരുട്ടിലായിരിക്കുന്നത് കൊണ്ടാണ്. ये दुनिया अंधकार में है, इसके लिए यीशु मसीह उजाला होकर इस धरती पर आया. Praise the Lord. Next हम लोग देखते हैं the true meaning of light. What are the three S? What are the 3 S? Self revelation, സെൽഫ് എക്സിസ്റ്റൻസ്, സെൽഫ് ഗിവിങ്. വാട്ട് ഇസ് സെൽഫ് റെവലേഷൻ? എന്താണ് സെൽഫ് റെവലേഷൻ്റെ അർത്ഥം? യേശു നമ്മളെ താൻ ആരാ എന്ന് ശരിക്കും വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല യേശു ആരാണെന്ന്. ദൈവം ആരാ എന്ന് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരണം. പ്രഭു कौन है कर कर खुद ही रिवील करेंगे तो ही हम प्रभु को जानेंगे, नहीं तो जानेंगे? We will never know God unless and until he reveals. Right? Can a table and a chair reveal? ഈ ടേബിളും ചെയറും റിവീൽ ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? അതിന് ജീവനില്ല. ജീവൻ ഉള്ളതിന് മാത്രമേ ആരാ എന്ന് വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ. जिसके अंदर जीवन है वो ही प्रकट करके रिवील कर सकता है कि वो कौन है करके. सेल्फ रेवलेशन. लाइट मीन्स जीसस इज द लाइट मीन्स ഈസ് സെൽഫ് റിവീലിംഗ് ഗോഡ്. വെളിപ്പെടുത്തുന്ന, തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ദൈവം. 2, സെൽഫ് എക്സിസ്റ്റൻസ്. സ്വയംഭൂവാണ്. സ്വയംഭൂ का मतलब इन हिम वाज लाइफ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീസസ് को किसने जीवन नहीं दिया? nobody gave him life. കർത്താവിനെ ആരും ജീവൻ കൊടുത്തില്ല. ആരും കർത്താവിന് ജീവൻ കൊടുത്തില്ല. ജീവൻ തന്നിലുണ്ടായിരുന്നു. ജോൺ 1:4, യോഹന്നാൻ 1:4, ഇൻ ഹിം വാസ് ലൈഫ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഉസ്മേ ജീവൻ ഥാ. സ്വയംഭൂവാണ്, സെൽഫ് എക്സിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഉസ്കാ मतलब क्या है? ക്രിയേഷൻ से पहले जीसस था. സൃഷ്ടിക്ക് മുൻപേ യേശു ഉണ്ടായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. nobody created him, किसी ने बनाया नहीं. he is self existent God. Number 3, self giving. സ്വയമേ കൊടുത്തു. യേശു को कोई पकड़ के लेके जाकर सूली में नहीं लटकाया. യേശുവിനെ ആരും വലിച്ചോണ്ട് പോയി ക്രൂശിൽ തൂക്കിയതല്ല. പ്രത്യുത താൻ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മറുവിലെ തൻ്റെ ജീവനെ കൊടുക്കുക അത്ര ചെയ്തത്. हमारे पापों की मुक्ति के लिए यीशु मसीह ने अपना जीवन को खुद ही स्वयं ही दे दिया. सेल्फ गिविंग. Just think about it. Philippians chapter 2 verses 5 onwards പഠിക്കുന്ന ജरूरत नहीं. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ God became man. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. For what? To give himself for us. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുക്കുവാൻ. अपने आप को हम सब के लिए देने के लिए यीशु मसीह आया. Now that teaches, एक वर्ड मैंने जो बोला नहीं है वो है Jesus is God man. Who is he? Children? Jesus is God
man. What does that mean? That means one person, two natures. One person, two nature. Jesus is fully God, one nature. Jesus is fully man, another nature. One person, सब लोग जरा बोलिए. One person, ഒരു വ്യക്തി, രണ്ട് nature. One person and two nature. God and man. Okay. Now, today we are going to look the second part. John 8:12 B part. इधर നോക്കിക്കേ, इधर देखिए. सबसे पहला हु इज जीसस करके हम लोग अभी समझ गया. യേശു ആരായെന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ്? ഹു ഇസ് ജീസസ്? ഹി ഈസ് വെരി ഗോഡ്. ദൈവം തന്നെയാണ്. ദ സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്, സെൽഫ് റിവീലിംഗ് ഗോഡ്. ബട്ട് ഓൾസോ ഈസ് ഫുള്ളി മാൻ. മനുഷ്യനും കൂടെയാണ്. നമുക്ക് വേണ്ടി തന്നു അപ്പനേലെത്തിയ. ഹു ഇസ് ജീസസ്? ഈസ് ദ ലൈറ്റ്. അവൻ വെളിച്ചമാണ്. വേർ വി ആർ ഇൻ, നമ്മളെവിടാണ്? ഇരുട്ടിലാണ്. നമ്മൾ അന്ധേരമേ. ജീസസ് ഹാസ് കം ആസ് ലൈറ്റ് ടു ഗിവ് us ലൈഫ്. യേശു വെളിച്ചമായി വന്നത് നമുക്ക് ജീവൻ നൽകാനാ. അണ്ടർസ്റ്റാൻഡ് ദാൻ? അണ്ടർസ്റ്റാൻഡ് ദാൻ? നൗ ദ സെക്കൻഡ് പാർട്ട്. വെൻ യു നോ ഹു ഇസ് ജീസസ്, യേശു ആരാന്ന് മനസ്സിലായി, അതിനുശേഷം നാം എന്താണ് ചെയ്യേണ്ടത്? വാട്ട് വി ഷുഡ് ഡു? എന്താണ് ചെയ്യേണ്ടത്? ക്യാ കർനാ ഹമേ? He who follows me will not walk in the darkness but will have the light of life. हिंदी और मलयालम में जरा पढ़िए उसे. हिंदी और मलयालम. हाँ हाँ, മലയാളത്തിൽ വായിച്ചോ. ആ, അപ്പോൾ ബി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്നെ അനുഗമിക്കുന്ന. മലയാളി ലോग സാरे लोग जरा बोले അനുഗമിക്കുന്ന. बोलिए അനുഗമിക്കുന്ന. ആ, आगुम. नाउ यीशु मसीह कौन है करके जब जान लिया तो जीसस हमको नेक्स्ट कह रहा है व्हाट? फॉलो मी. एने अनुगमिकिगा. नेक्स्ट स्लाइड में वो वर्ड हम लोग देख सकते हैं. फॉलो, अकोलोतियो. क्या है वर्ड? क्या है ग्रीक में? व्हाट इज इन? अकोलो, अकोलोतो, अकोलोतो. व्हाट इज इन? हाँ, अकोलोतो. व्हाट इज अकोलोतो? अकोलोतो मीन्स John 10 verses 4. യോഹന്നാൻ 10:4 10:27 എന്ന് വായിച്ചു. John 10:4 and John 10:27 जरा देखें. हाँ हाँ, उनकी आगे आगे चलता है, भेड़ें उसके पीछे पीछे वो लेती हैं. क्योंकि अब ये वर्ड सारे हिंदी भाई बहन लोग सुनिए. क्योंकि वे उसका शब्द क्या करती है? जानती है. മലയാളത്തിലൊന്ന് വായിച്ച വേഗം. ആ ആ, അല്ലല്ല, നാലാം വാക്യം മാത്രം. നാലാം വാക്യം. അവൻ അവൻ്റെ ആടുകൾ അവന്റെ ശബ്ദം അറിയുന്നു. അത് മതി. भेड़ उनकी आवाज को क्या करते? पहचानता है. सब लोग जरा बोले पहचानता है. जरा जोर से बोले पहचानता है. कौन पहचानता है? भेड़ चरवा के आवाज को क्या करता है? पहचानता है. 10:27 जरा देखे. 10:27. हाँ हाँ, मैं भी उन्हें क्या करता हूं? शेपर्ड भी क्या करता है? भेड़ को. अब देखा, आपस में जानकारी है. തമ്മിലുള്ള അറിവ് കണ്ടോ? ആട് ഇടേനെ അറിയാം, ഇടേന് ആടിനെ അറിയാം. भेड़ चरवा को जानता है, चरवा भेड़ को भी. अभी भेड़ चरवा को जानता है, उसका मतलब क्या है? आड़ इड़ेने അറിയാതിന്റെ അർത്ഥം എന്തുവാ? वो 8 नंबर ब्लॉक में रहने, चाल में रहने वाला है मेरा चरवा. वो जानता है क्या? वो
മേരാ ചർവാക്കോ 4 ബच्चे लोग हैं, എൻ്റെ ഇടയിൽ 4 കുഞ്ഞുങ്ങളുണ്ട്. भेड़ वो जानता है क्या? नो, नॉट दिस इंफॉर्मेशन. कितना आवाज भी वापरो, എത്ര ശബ്ദം ഉണ്ടായാലും चरवा अगर मुंह खोल के एक आवाज करेगा तो कान उधर ही जाएगा. आवड़ा, he understands, he hear God, the voice of the shepherd. That means it is a experiential knowledge. Next, it is a relational knowledge. ഇതൊരു ബന്ധത്തിലുള്ള അറിവാ. മനസ്സിലാകുന്നുണ്ടോ? ഇതെന്തുള്ള അറിവാ? അപ്പൊ ഈ ഫോളോ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് ഫോളോ ചെയ്യുന്നല്ല അല്ല അതിൻ്റെ അർത്ഥം. फॉलो का मतलब ऐसे पीछे पीछे जाना नहीं है. फॉलो का मतलब क्या है? जीसस को रिलेशनली जान लिया. യേശുവിനെ വ്യക്തിപരമായി ബന്ധത്തിൽ അടുത്തറിഞ്ഞു. യേശുവിനും അതുപോലെ തിരിച്ചറിഞ്ഞു. യേശു भी आपको जान लिया, आपने യേശു को भी जान लिया. യേശു നിങ്ങളെ അറിഞ്ഞു, നിങ്ങളും യേശുവിനെ അറിഞ്ഞു. उस दिन लास्ट डे में യേശു कुछ लोगों को देख के बोलेगा मैं नहीं जाना तुम्हें. കുറച്ച് പേരെ യേശു നോക്കി അന്നത്തെ ദിവസം പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. അപ്പം യേശുവിനെ അറിയാത്തവരും ഉണ്ട്, അറിയുന്നവരുമുണ്ട്. യേശു जानने वाले लोग भी हैं और യേശു नहीं जानने वाले भी है. चर्च में है क्या? സഭയിലുണ്ടോ? चर्च में 2 ग्रुप भी है. The one who know Jesus experientially. अभी इधर देखिए, इधर देखिए. अभी एक्सपीरियंशियली बोलेंगे तो मिसअंडरस्टैंडिंग आएगा. एक्सपीरियंशियल എന്ന് പറയുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. നമ്മൾ എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം അല്ലെങ്കിൽ അത് മാത്രം വരുന്നതെന്ന് പറഞ്ഞാൽ हमारे मन में काली आता बात क्या मालूम है? मैं इंडिया में था, कभी सोचा नहीं मैं दुबई में आएगा, लेकिन प्रभु की दया से मैं इंडिया से दुबई आया. मैं प्रभु को जान लिया. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞു. എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇവിടെ വരുമെന്ന്. അപ്പോൾ കർത്താവ് എന്നെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. प्रभु की दया से, बाय गॉड्स ग्रेस. फिर इधर आके 10-15 साल हो गया. अभी मैं इंडिया में, केरला में एक घर भी, ഇന്ത്യയിൽ ഒരു വീടും बनाया और घर के ऊपर नाम भी लिखा, गिफ्ट ऑफ गॉड. വീട്ടിലൊരു പേര് എഴുതി. എന്താണ്? ദൈവത്തിൻ്റെ. प्रॉब्लम बताता हूं यहां पर. खाली हम लोग ने ही घर में, इंडिया में घर बनाए, നമ്മൾ മാത്രമാണോ ഇന്ത്യ വീടുണ്ടാക്കി? तो बाकी सब लोग को भी गिफ्ट मिला क्या ऊपर से? क्या हम लोग ही दुबई आए इंडिया से? നമ്മൾ മാത്രമാണോ ദുബായ് വന്ന ഇന്ത്യയിൽ നിന്ന്? അല്ല. कुछ लोग इंडिया से दुबई में क्यों आए मालूम है? इंडिया में बहुत बड़ा क्राइम करके इधर आए, पुलिस नहीं पकड़ने के लिए. वो भी बोलेगा प्रभु की दया से दुबई आया. नो, गॉड्स ग्रेस. You experience God not because He gave you anything in this world. इधर कुछ आपको मिला, ഇവിടെ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല. ഇതുപോലെ കിട്ടുന്ന, ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ആൾക്കാർ വെളിയിലുണ്ട് പ്രിയരെ, ഇല്ലേ? നിങ്ങൾ പറ. നിങ്ങൾ എന്നോട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. ദുഃഖ സത് മത് ബെട്ടോ, ഖുശി സത് ബെട്ടോ. ऐसा ही है ना? सम्मतिക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? थोड़ा वो समझने के लिए थोड़ा मुश्किल है ना? प्रॉब्लम नहीं. It is not just financial thing, it is not earthly things. God gave, प्रभु ने दिया, praise God, but it is not because He gave us I experience Him. ഇതെല്ലാം തന്നത് കൊണ്ടല്ല എനിക്ക് അവനെ അനുഭവമായിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. यीशु मसीह ने 5 रोटी और 2 मछली से 5000 लोगों को खिलाया. 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. राइट? ये रोटी का है वो बंदा दुनिया को बोल के क्या घूमता है मालूम है? यीशु ने अपने खुद के हाथ से बनाए वो रोटी मैंने खाया है. इसके लिए मेरा यीशु के साथ क्या है? യേശു സ്വന്തം കൈ കൊണ്ട് അത്ഭുതം ചെയ്ത അത്ഭുതത്തിൻ്റെ അപ്പം തിന്നവനാണ് ഞാൻ. മക്കളോട് ഒരു ഭാവനെ കാണാണ്. മക്കളോട് പറയാം, പപ്പ ആരാന്നറിയോ മോനെ? യേശു അത്ഭുതം ചെയ്ത അപ്പം തിന്നവനാ കേട്ടോ. അപ്പോൾ യേശു പറയാടാ, നിന്നെ ഞാൻ വഴിക്ക് കണ്ടില്ലല്ലോ. യേശു ക്യാ बोलेगा मालूम है? तू उस दिन रोटी खा के गया तो फिर आया नहीं मेरे पीछे.
यीशु बनाया वो रोटी खाया, इसके लिए यीशु के साथ संबंध होना जरूरी नहीं है. യേശു അപ്പം തിന്നത് കൊണ്ട് യേശുമായിട്ട് ബന്ധം ഉണ്ടാകുന്ന നിർബന്ധമില്ല. कुछ लोग क्या बोलते हैं मालूम है अपने बच्चों को, ചിലർ കുഞ്ഞുങ്ങളോട് എന്താ പറയുമ്പോൾ, पप्पा को नहीं मालूम है शादी के टाइम वाइन खत्म हो गया था, बेस्ट वाइन पिया हुआ है पप्पा. किसने वाइन को? जीसस. യേശു കുടിച്ച വീഞ്ഞിന്റെ കഥ പറയുക. യേശുവിനെ പിലായ वो वाइन का बारे में बोलता है. जीसस ने पिलाए वो वाइन, जीसस ने खिलाए वो रोटी. ये सब नहीं है जीसस के साथ का रिलेशनशिप. യേശു ഇവിടെ തന്ന ഒരു നന്മയും അല്ല. അതിനെ എടുത്ത് ദൈവമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കല്, നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് പറയും. ഞാൻ പച്ച മലയാളത്തിൽ പറയാം. मैं ठीक हृदय से आपको बोलता हूं, अगर हम लोग ये सोच रहे हैं कि इधर मुझे यीशु ने कुछ तो दिया, इसके लिए मेरे यीशु के साथ रिलेशन है, आई एम टेलिंग यू वी आर इन डिसेप्शन. जीसस के साथ हमारा रिलेशन, एक्सपीरियंशियल नॉलेज. हाउ डू वी नो हिम. हाउ डू वी नो ही नोस मी. എങ്ങനെ അറിയാം? ദാറ്റ് ഇസ് വൈ ഫോളോ ഈസ് ഈക്വൽ ടു ബിലീവ് ഈസ് ഈക്വൽ ടു ഒബേ. അനുഗമനം, വിശ്വാസം, അനുസരണം ഇതെല്ലാം ഒരേ അർത്ഥമാണ്. यीशु को फॉलो करना, यीशु को बिलीव करना, यीशु को ओबे करना, मीनिंग इज सेम. इफ यू आर फॉलोइंग यू आर बिलीविंग, इफ यू आर बिलीविंग यू आर ओबेइंग. യേശുവിനെ അനുഗമിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു. ഐ വിൽ ഷോ യു സം വേഴ്സ്. ജോൺ 3:36, യോഹന്നാൻ 3:36. हिंदी और मलयालम में जरा पढ़े. जॉन 3:36. जो पुत्र पर विश्वास करता है अनंत जीवन उसका है, परंतु जो पुत्र की नहीं मानता. तो विश्वास और मानना മലയാളത്തിൽ വായിച്ചോ. നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ. അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിലീവ്? ഒബേ. പക്ഷെ യേശുവുമായിട്ട് ബന്ധമില്ല എങ്കിൽ, യേശുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ അത് ഭൂതങ്ങളുടെ വിശ്വാസമാണ്. यीशु को विश्वास नहीं करता हो, यीशु को ओबे नहीं करता हो, और यीशु के पीछे नहीं चलने वाला विश्वास वो भूतों का विश्वास है. कर मैं नहीं कह रहा, जेम्स कह रहा है, याकूब बोल रहा है. इट इज अ फेथ ऑफ डीमंस. डीमंस भी बिलीव करते गॉड है और कापता भी है. दे ट्रेम्पल. അവർ വിറക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഫോളോ ഗോഡ്. ദേ ഡോണ്ട് ഗോഡ്. അവരനുസരിക്കുന്നില്ല. സോ ദ ക്വസ്റ്റ്യൻ ടുഡേ ഈസ്, you say you follow Jesus, you say you believe Jesus. The question is, do you obey him? Next verse. നിങ്ങൾ പറയുന്നു യേശുവിനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ അനുഗമിക്കുന്നുണ്ടോ? ഇല്ല. അനുഗമിക്കുന്ന വേറെ പറയുകയാണ്, അനുസരിക്കുന്നുണ്ടോ? This is not calling us to follow him blindly. अंधा होकर विश्वास करने के लिए यीशु मसीह नहीं बुलाता है. Let's look at that. നമുക്ക് അതൊന്ന് നോക്കാം. John chapter 1 verses 35 till 39. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യം. I will read it. ഞാനത് വായിക്കാം. प्लीज़ आप अपने बाइबल को खोलिए और उसको देखिए. John 1 verses 35. दूसरे दिन फिर यूहन्ना और उसके चेलों में से 2 जन खड़े हुए थे, और उसने यीशु पर जो जा रहा था दृष्टि करके कहा, देखो ये परमेश्वर का मेमना है. तब वे चेले उसके यही सुनकर उसके पीछे हो लिए. यीशु ने फिरकर उनसे पूछा. यीशु उनसे फिरकर उन्हें पीछे आते देखकर उनसे कहा, तुम किसकी खोज में हो? उन्होंने उससे कहा, है रबी, अर्थात है गुरु, तू कहाँ रहता है? उसने उससे कहा, चलो तो देख लो. എന്താ ചോദിച്ചത്? യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കാൻ, നിങ്ങൾ എന്ത്
അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ എവിടെ? സബ്ലോ ജറ പോലെ മലയാളം പോലെ പാർക്കുന്നു. हिंदी में क्या लिखा है मालूम है? तू कहाँ रहता है. सब लोग जरा बोले तू कहाँ रहता है. Now come to John chapter 4. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. Verses 39. I'm sorry. Come back to John chapter 1. Verses 40 onwards. 40 തൊട്ട്. ഞാൻ ഹിന്ദി വായിച്ചോളാം, സമയമില്ല. उन दोनों में से जो यूहन्ना की बात सुनकर यीशु के पीछे हो लिए थे, एक तो शिमोन पतरस का भाई अंद्रयास था. उसने पहले अपने सगे भाई शिमोन को मिलकर उससे कहा कि हमने क्रिस्तस अर्थात मसीह मिल गया. Now come to John chapter 4. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. Chapter 4 verses 39. आप लोग पढ़िए, मैं पढ़ता हूँ. और उस नगर में बहुत सामरी ने उस स्त्री के कहने से जिसने ये गवाही दी कि उसने सब कुछ जो मैंने किया है मुझे बता दिया, विश्वास किया. तब जब ये सामरी उसके पास आए तो उसने उनसे विनती करने लगे कि हमारे यह रह. सो वह 2 दिन तक रहा. മലയാളത്തിൽ 40-ാമത്തെ വാക്യം, തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവനോടുകൂടെ പാർത്തു. कैन यू सी सम सिमिलैरिटी? है 2 वर्ड्स मैंने पढ़ा, कुछ सिमिलैरिटी है. വാട്ട് ഈസ് ദ സിമിലാരിറ്റി? എന്താണ് ഇവിടുത്തെ സിമിലാരിറ്റി? വാട്ട് ഈസ് ദ സിമിലാരിറ്റി? 1:35 4:39 सिमिलैरिटी എന്താ? क्या है सिमिलैरिटी? क्या है? मैंने एक वर्ड स्ट्रेस किया. हाँ, stayed. पार्तु. Did you see that? पार्तु. That is one of the meaning of follow. That means यीशु के पास काली आकर रुक कर देख के जा रहा नहीं है. You are staying with Jesus. യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ നോക്കി കൊള്ളാലോ അങ്ങനെ നോക്കി പോകുകയല്ല, പക്ഷെ യേശുവിനോട് കൂടെ എന്ത് ചെയ്യുക? പാർക്കുക. ആദ്യത്തെ ശിഷ്യന്മാരും പാർത്തു, ശമരിയക്കാർ യേശുവിൻ്റെ കൂടെ പാർത്തു. ഇവിടെ 2 പേരെ നോക്കിക്കേ. ഇതർ दोनों लोगों को देखें. ശമരി लोग क्या कहता है मालूम? യേശു को देख. ശമരിയക്കാർ എന്താ യേശുവിനെ നോക്കി പറയുന്നതെന്ന് അറിയാമോ? Verses 42, 42-ാമത്തെ വാക്യം. और उस स्त्री से कहा, अब हम तेरे कहने से विश्वास नहीं करते क्योंकि हमने आप ही सुन चुका है. आप ही सुन चुका है मतलब पर्सनल. आप ही सुन लिया है और जानते हैं कि सचमुच में जगत का उद्धार करता ये है. മലയാളത്തിൽ നോക്കിക്കേ. ഈ നിന്റെ വാക്കുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. അവിടെ പേഴ്സണൽ കണ്ടോ? ഞങ്ങൾ തന്നെ കേട്ടു, ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പേഴ്സണൽ. പേഴ്സണൽ देखा आपने? हम खुद ही जानते हैं क्योंकि हमने खुद ही सुना. Children, listen to this. They are saying we have heard and we know. Personal. ജോനത്തൻ मेरा गाड़ी में 13 साल से बैठ रहा है. 13 വർഷമായിട്ട് എൻ്റെ കൂടെ വണ്ടിക്കകത്തുണ്ട്. But do you know one thing? He don't know to drive. What do I mean by इसका मतलब क्या है? पापा मम्मी विश्वास में है तो ऑटोमेटिकली आप लोग विश्वास में नहीं होएगा. If parents are believers, automatically you will not become a believer. You yourself should know and follow, obey, believe Jesus. Are you understanding it, Abhishek? വ്യക്തിപരമായി
ഞാൻ നിങ്ങളും യേശുവിനെ അനുഗമിക്കണം. ഹം ഖുദ് ഹി പേഴ്सनली बिलीव करना है. बहुत सारे लोगों ने हाथ उठाया बपतिस्मा के टाइम, देखा ऐसा, मैं भी उठा देता है. അവിടെ ഇവിടെ നോക്കി കൈപൊക്കിയിട്ട് കാര്യമില്ല. ഉധർ ഇധർ ദേഖ് के हाथ उठाकर खाली फायदा नहीं है. मैंने बाइबल क्लास में एक बात बोला था, ശരിക്ക് രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവട്ട് ആരിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, പാസ്റ്റർ എനിക്ക് കാര്യം ഇപ്പം മനസ്സിലായി, എനിക്കിപ്പോഴാണ് മനസ്സിലായി ഞാൻ രക്ഷിക്കപ്പെട്ടത്, നമുക്ക് വീണ്ടും സ്നാനം നടത്താം. കാരണം ആദ്യത്തെ സ്നാനം സീറോയാ, ഒരു ഫലമില്ല. सही में उद्धार पाकर बपतिस्मा नहीं लिया अगर कोई है, अगर आपको अभी समझ में आया कि जीसस कौन है, क्यों यीशु मसीह आया, मेरे पाप के लिए उद्धार करता होकर आए, मेरे पास आकर बोले मैं आपको दोबारा बपतिस्मा दूंगा, क्योंकि पहला बपतिस्मा कोई वैलिड नहीं है. क्योंकि आप फेथ कर कर बैप्टिज्म लेगा तो ही वैलिड है. समझ में आ रहा है आप लोगों को? വിശ്വസിച്ച് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ആ സ്നാനത്തിന് വിലയുള്ളെന്ന്. അല്ലാതെ कुछ भी सुनकर किधर भी हाथ उठाकर कुछ भी करके बोल के बपतिस्मा लिया बोल के फायदा नहीं है. ये यहां पर जीसस के पास आकर यू मस्ट स्टे विद जीसस. യേശുവിനോട് കൂടെ പാർക്കണം. कब तक रहना है? എപ്പോ വരെ പാർക്കണം? until he comes. കർത്താവ് രണ്ടാമത് വരുന്നവരെ യേശുവിനോടുകൂടെ പാർത്ത്. what was the question? എന്തായിരുന്നു ചോദ്യം? ഗുരു എവിടാ താമസം? വേർ ആർ യു സ്റ്റേയിങ്? വി വാണ്ട് ടു കം ടു യുവർ ഹോം. അൻറ്റിൽ വി റീച്ച് ഹോം വി നീഡ് ടു ഫോളോ ജീസസ്. യേശുവിനോട് പാർക്കണം. യേശു ചെല്ലുന്ന ആ ഭവനം അല്ലെങ്കിൽ ആ ഭവനത്തിൽ നാം എത്തുന്നവരെ യേശുവിനെ അനുഗമിച്ച് അവനോടുകൂടെ പാർക്കണം. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഫോളോ. നൗ യു അണ്ടർസ്റ്റാൻഡ് 8:12b. पीछे जरा जाइए. 8:12b में if anyone follows me, right, he who follows me, इसका मतलब you are not just following some philosophy. चलो philosophy follow ചെയ്യല്ല. you know, in the internet, you know, when I used to use Facebook, उधर you can have cricketers and models and all. सिंपल है, छोटा सा बटन करेगा तो क्या हो जाएगा? फॉलो. इंस्टाग्राम में भी ऐसे क्लिक फॉलो. ये वो नहीं है, क्लिक में नहीं चलता है. ഒരു ക്ലിക്കിംഗ് കൊണ്ട് നടക്കത്തില്ല അത്. ദിസ് ഇസ് യു ഹാവ് ടു കം ടു ജീസസ് ആൻഡ് സ്റ്റേ വിത്ത് ഹിം. യേശുവിൻ്റെ കൂടെ അടുക്ക വന്ന് അവനോടുകൂടെ പാർക്കണം. ഉസ്കെ സാത്ത് रहना है, abide. Now come to John chapter 6. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. Verses 15, verses 60, verses 60, verses 61 and 66. John 6, 60, 61, 66. हाँ पढ़ी, हिंदी में पढ़ी जल्दी. उसके चेलों में से बहुतों ने, हाँ, this is a hard saying. इसे कौन सुन सकता? This is a hard statement. Praise the Lord. Hallelujah. अपना चर्च में बहुत पहले आता हुआ एक फैमिली ने मुझे बोला, पास्टर आप थोड़ा बैलेंस प्रचार करो थोड़ा में. എന്നോട് നേരത്തെ വന്നൊരു ഫാമിലി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ ബാലൻസ് ആയിട്ട് പ്രസംഗിക്കണം, ഇങ്ങനെ എക്സ്ട്രീം ആവല്ലെന്ന്. अभी मैं आपसे एक बात पूछूं. अनुराग ब्रदर का कॉलर में पकड़ के चर्च के बाहर फेंक दिया, मैं ऐसा करेगा नहीं मैं. कॉलर पकड़ के मैं हॉल नंबर 8 के बाहर, what you will say about me? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയും? दुष्टन, दुष्ट आदमी, राइट? लेकिन ये रूम में फायर अलार्म बज के आग लग गया तो, ഈ റൂമിൽ തീ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിലോ, will you say I am evil? Will you say I am rude? Will you say that? मुझे बोलेगा आपने कॉलर पकड़ के बाहर किया इसलिए अच्छा हो गया, बच गया आदमी. कॉलर പിടിച്ച് വെളിയിലാക്കി, നന്നായി രക്ഷിക്കപ്പെട്ടു. So extreme is good. You know why? You will wake up.
എക്സ്ട്രീം നല്ലതാ, ഒന്ന് ചടചടന്ന് എഴുന്നേക്കും. അല്ലാതെ ഇങ്ങനെ നമ്മൾ വിശ്വാസി ഇങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രീം വരുന്നത് നല്ലതാ, നമ്മൾ അല്ലെന്ന് ബോധ്യം തിരുവചനത്തിൽ കൂടെ നമുക്ക് തരാൻ വേണ്ടിയാണ്. ജീസസ് का statement, it is a hard statement. Never expect me to speak very softly in the pulpit. Outside the pulpit I am very soft and kind. And प्रकाश ब्रदर मुझे लगता है पिछला हफ्ता बोला था, पास्टर बहुत सीरियस है. अयो सच में सीरियस नहीं है मैं. मेरे वाइफ को, मेरे बच्चे लोग आके पूछो, मेरे जैसा हंसता हुआ घर में कोई नहीं है. हाँ, लेकिन पुलपिट में नहीं हो सकता है, क्योंकि ये मैसेज हार्ड स्टेटमेंट है. ये तो भयंकर कट्टियुल्ला वचन. हम लोग जिसको फॉलो करता हो यीशु मसीह का वचन हार्ड जैसा लगा तो, मेरा वचन मैं बोलता हुआ स्पीच हार्ड जैसा नहीं लगना चाहिए आपको. अगर लगता है तो यू शुड अंडरस्टैंड वेयर आई एम. डू आई रियली फॉलो जीसस? जीसस का स्टेटमेंट हार्ड स्टेटमेंट है, बोला डिफिकल्ट स्टेटमेंट. हु कैन लिसन टू इट? ഇത് ആര് വന്ന് എല്ലാ ഞായറാഴ്ചയിലും കേൾക്കും? कौन आके ये सुनेगा एवरी संडे? So hard statement is this. 66 66 वाक्य. इस पर उसके चेलों में से बहुत से उल्टे फिर गए और उसके बाद उसके साथ नहीं रहा. They did not stay with Jesus. Did you see that? So what is following? Staying. कट्टियायालुम staying with Jesus. हार्ड स्टेटमेंट है तो भी जीसस के साथ स्टे कर रहा है. यू नो व्हाई? बिकॉज I know it is very hard statement, but it is for my spirit. It is for my inner man. എൻ്റെ അകത്തെ മനുഷ്യനുള്ള ഭക്ഷണമാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് കട്ടിവചനമാണെന്ന് പറയത്തില്ല. നമ്മൾ പറയും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യജീവൻ പ്രാപിച്ച് അങ്ങയോട് കൂടെ അനുഗമിച്ച് അങ്ങയോട് പാർക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് എന്നോട് ഈ ഉപദേശം സംസാരിക്കുന്നത്. We will discern and understand God's word not as hard, not as harsh truth, but we will understand this is profitable for me. ഇതെനിക്ക് ഗുണികരമാണ്. Dear brothers and sisters, please don't get angry at me. I am just a postman. I am speaking, I want to speak the truth to you. ഞാൻ നിങ്ങളോട് സത്യമാ പറയാൻ ആഗ്രഹിക്കുന്നത്. Are you really loving Jesus? Do you really follow Jesus? Do you really believe in Jesus? If you believe, you will follow. And if you are following, you will obey. If you are obeying, you are loving. There will be a relational knowledge. There will be a relation with this Jesus. യേശുവായിട്ട് ഈ അഭേദ്യ വ്യക്തിപരമായിരിക്കുന്ന റിലേഷൻ ബന്ധമുണ്ടാകും. I beg you, I plead before you. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഏർജ് ചെയ്യാണ്, ഈ റൂമിൻ്റെ ഡോർ വിട്ട് നിങ്ങൾ ഒരു സൂപ്പർഫിഷ്യലായിട്ട് പോവരുത്. കഴിഞ്ഞ വർഷം കർത്താവ് എനിക്ക് തുറന്നു തന്ന നന്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഈ റൂമിൽ വിട്ട് പോവരുത്. पिछले महीना पिछले साल में प्रभु ने मुझे बहुत ब्लेस किया, मेरे बच्चों को ब्लेस किया बोलकर इस रूम से नहीं जाना. Ask this question and go. Do I really know him? Does he knows me like a shepherd knows the sheep? ഒരു ആട് ഇടയനെ അറിയുന്നത് പോലെ, ഒരു ഇടയൻ ആടിനെ അറിയുന്നത് പോലെ, एक बर्रा भेड़ को जिस तरह जानता है, एक भेड़ बर्रे को जिस तरह जानता है, knowing the voice of the Lord, am I having that relation with him? अपना बच्चा कोई पार्क में घूम गया, छोटा बच्चा भी होने दो, छोटा बच्चा कार्निया जैसा अंकुर ब्रदर बिन सिस्टर का बच्चा भी होने दो, पार्क में चिल्लम चिल्ले बहुत आवाज़ है, लेकिन उसका माँ उधर से जोर से पुकारेगा तो शी विल अंडरस्टैंड माई मदर इज देयर. ബാക്കി कोई भी वॉइस वो റെക്കഗ്നൈസ് नहीं करेगा, വേറൊരു ശബ്ദവും റെക്കഗ്നൈസ് ചെയ്യത്തില്ല, ആ ശബ്ദം തിരിച്ചറിയും. Do we have that relation with Jesus?
ഡു വി വാക്ക് വിത്ത് ഹിം? നാം അവനോടുകൂടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ മീനിങ്. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഫോളോ മീ, പേഴ്സൺ ഓഫ് ജീസസ്, യേശു എന്ന പേഴ്സണെ അനുഗമിക്കുക. ഫോളോ മീ, ഹു ഐ ആം ദ ലൈറ്റ്. अगर मैं लाइट है तो मेरे पीछे आने वाले के जीवन में भी लाइट होएगा. ഞാൻ വെളിച്ചമാണെങ്കിൽ എന്നെ അനുഗമിക്കുന്നവൻ്റെ അടുക്കലും എന്തുണ്ടാകും? വെളിച്ചമുണ്ടാകും. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ലെറ്റ്സ് പ്രേ.